1975 ജൂൺ 25 മുതൽ 77 വരെ കാലഘട്ടങ്ങളിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിട്ടുണ്ട്. 1971 മുതൽ 77 വരെയുള്ള 6 വർഷം കാലത്തോളം കേരളം ഭരിച്ചത് CPI-കാരനായ സി അച്യുതമേനോൻ ആയിരുന്നു. കോൺഗ്രസ്സാണ് കേന്ദ്രത്തിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചതെങ്കിലും അതാത് സംസ്ഥാനത്തിൽ എങ്ങനെ നടപ്പാക്കണം തീരുമാനിക്കേണ്ടത് അതാത് സർക്കാരിന് ഒരു പ്രധാന പങ്കുണ്ട്. അപ്പോൾ ഒരു സംസ്ഥാനത്തിൽ എന്തെങ്കിലും ഗുണവും ദോഷവും ഉണ്ടെങ്കിൽ ബെനിഫിറ്റും അതിന് ഉത്തരവാദിത്തം എടുക്കുക അത് ആ നാട്ടിലെ മുഖ്യമന്ത്രിയായിരിക്കും. അപ്പോൾ ഈ അടിയന്തരാവസ്ഥ തുടക്കം മുതൽ അവസാനം വരെയുള്ള കാലഘട്ടങ്ങളിൽ ഉണ്ടായിരുന്ന എല്ലാ കഷ്ടങ്ങളും നഷ്ടങ്ങളും ലാഭങ്ങളും ഉപകാരം സി അച്യുതമേനോൻ ഉത്തരവാദിത്തം എടുക്കേണ്ടതല്ലേ? പക്ഷേ ഇവിടെ സംഭവിച്ചത് CPI-കാരൻ വളരെ ബുദ്ധിപൂർവ്വം കളിച്ചു. CPI-കാരൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ അത് എല്ലാം കെ കരുണാകരനെ പേരിട്ടു. അങ്ങനെ കേരളത്തിലെ മുഖ്യമന്ത്രിയായ സി അച്യുതമേനോൻ നിഷ്കളങ്കനും കോൺഗ്രസ്സുകാരനായ കെ കരുണാകരൻ കുറ്റവാളിയുമായി തീർന്നു അടിയന്തരാവസ്ഥയിൽ. അന്നത്തെ മന്ത്രിസഭയിൽ കെ കരുണാകരൻ ഒരു മന്ത്രിസഭാംഗം മാത്രമായിരുന്നു. അടിയന്തരാവസ്ഥയുടെ മുഴുവൻ ഗുണങ്ങളും അനുഭവിച്ച ശേഷം പിന്നീട് അടിയന്തരാവസ്ഥ കഴിഞ്ഞ ശേഷം തള്ളിപ്പറയുകയും അതിൻ്റെ ദോഷങ്ങൾ മുഴുവനും കെ കരുണാകരന് കോൺഗ്രസിന് കൊടുക്കുകയും നല്ല ഗുണങ്ങൾ മാത്രം CPI ഏറ്റെടുക്കുകയും ചെയ്ത ഒരു സ്ഥിതിവിശേഷമുണ്ടത്. ചരിത്രം മാറ്റിയത് ആ കാലഘട്ടങ്ങളിൽ ജനാധിപത്യം ധ്വംസിക്കപ്പെട്ട ഒരു കാലഘട്ടമായിരുന്നു അടിയന്തരാവസ്ഥ കാലഘട്ടം. എല്ലാവർക്കും അറിയാം. എന്നിട്ട് CPI-ക്കാരൻ പറയുന്നത് വെച്ചാൽ ഞങ്ങൾ ജനാധിപത്യവാദികളാണ്, ആദർശവാദികളാണെന്നൊക്കെ പറയുന്നത്. എന്നിട്ടും ആദർശം പറയുന്നത് രാഷ്ട്രീയ വഞ്ചനയാണ്. അടിയന്തരാവസ്ഥ കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ഒരു കറുത്ത അധ്യായമാണ്. ആ അധ്യായത്തിൽ അധികാരം കൈവശം വെച്ച് ഇരിക്കുന്നവർ ആ ഉത്തരവാദിത്വം ഒരിക്കലും ഒഴിഞ്ഞു മാറാൻ കഴിയില്ല. ആ ഉത്തരവാദിത്വം ഏറ്റെടുക്കാതെ ആദർശം നടത്തിയിട്ട് ഒരു പ്രയോജനവുമില്ല, എല്ലാം അർത്ഥശൂന്യമായിരിക്കും. കേരള ജനത ഈ CPI-ൻ്റെ ഈ തന്ത്രം ഒരു നാൾ തിരിച്ചറിയും. അപ്പോൾ ഇവരുടെ മുഖംമൂടികളൊക്കെ അഴിഞ്ഞു വീഴും. അതുകൊണ്ട് ഇവിടെ CPI ഇപ്പോൾ ഇടതുപക്ഷം മുന്നോട്ട് ഉറപ്പുള്ളത് അവരിപ്പം ആദർശം പറഞ്ഞുകൊണ്ടിരിക്കുക. അതാണ് PMC പദ്ധതിയിലും കൂടി അവരൊക്കെ ആദർശം പറഞ്ഞിട്ടാണ് നമുക്ക് കിട്ടേണ്ട ആ PMC പദ്ധതി ഒഴിവായിപ്പോയത്. അപ്പോൾ ഈ ആദർശം പറയാൻ യോഗ്യത അവർക്കില്ല. അത് കേരള ജനത മനസ്സിലാക്കണം.